കൊല്ലം ജില്ല പ്രത്യേകിച്ച് ചവറയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു നേതാവായിരുന്നു സഖാവ് ബേബി ജോൺ. അദ്ദേഹത്തിന്റെ സ്മാരകത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ദീർഘകാലം നിയമസഭയെ പ്രതിനിധീകരിച്ച ചവറയിൽ നിന്ന് ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഏകദേശം 4 പതിറ്റാണ്ടോളം കാലം അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു. 3 പതിറ്റാണ്ടോളം അദ്ദേഹം മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരള രാഷ്ട്രീയത്തിൽ നിരവധി അപരനാമധേയത്തിൽ അറിഞ്ഞിരുന്നയാൾ ബേബി ജോൺ അല്ലാതെ മറ്റൊരു നേതാവ് കാണില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബേബി സാർ, കേരള കിസിംഗർ, ബേബി ഹാജി, കറുത്തമുത്ത്, അങ്ങനെ പല പേരുകൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ജനങ്ങൾ വിളിക്കുകയായിരുന്നു. ജനപ്രതിനിധിയായും രാഷ്ട്രീയ നേതാവായും തൊഴിലാളി നേതാവായും തന്റെ പ്രവർത്തന മണ്ഡലം സജീവമായപ്പോഴും ചവറയിലെ ജനങ്ങളോട് ബേബി ജോൺ പുലർത്തിയിരുന്ന ആത്മബന്ധം ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയത്തിന്റെ വഴികൾ എങ്ങനെ വേണമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. ചവറയിലെ കരിമണൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അവരെ പ്രാപ്തരാക്കുന്നതിൽ ബേബി ജോൺ വഹിച്ച പങ്ക് വിസ്മരിക്കാവുന്ന ഒന്നല്ല. ബേബി ജോൺ തത്വം പ്രസംഗിച്ചിട്ട് പോകുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നില്ല. പകരം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിന് സ്ഥായിയായുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടി ഏതറ്റം പോലെ പോകുന്ന ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും, അദ്ദേഹം അന്തരിച്ച് 16 വർഷങ്ങൾ കഴിയുമ്പോഴും അദ്ദേഹത്തെ ഇപ്പോഴും സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ബേബി ജോൺ ചവറയെ പ്രതിനിധീകരിച്ചത് ദീർഘകാലമാണ്. നിയമസഭയിൽ 37 വർഷവും 9 മാസവും 12 ദിവസവും അദ്ദേഹം പ്രതിനിധിയായിരുന്നു. 11 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സി അച്യുതമേനോൻ, കെ കരുണാകരൻ, എ കെ ആന്റണി, പി കെ വാസുദേവൻ നായർ, ഇ കെ നായനാർ എന്നീ മുഖ്യമന്ത്രിമാരോടൊപ്പം 7 മന്ത്രിസഭകളിൽ അംഗമായി. റവന്യൂ, വിദ്യാഭ്യാസം, തൊഴിൽ, ജലസേചനം, സഹകരണം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിൽ കൈകാര്യം ചെയ്ത പ്രഗത്ഭനായ ഭരണാധികാരി എന്ന ഖ്യാതിയും അദ്ദേഹം നേടി. വിഷമഘട്ടങ്ങളിൽ അവസരത്തിനൊത്ത് ഉയർന്ന് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുക ഏതൊരു ഭരണാധികാരിക്കും വേണ്ടുന്ന ഒരു കഴിവാണ്. അത് ബേബി ജോണിന് സ്വായത്തമായിരുന്നു. അത്തരം നിരവധി ഇടപെടലുകൾ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. അതുതന്നെയാണ് ഈ രാഷ്ട്രീയ അധികായനെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നതിന് കാരണം. മന്ത്രി എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന ദീർഘവീക്ഷണവും പ്രകടിപ്പിച്ചിരുന്ന വൈഭവവും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യവും ഏത് ഭരണാധികാരിക്കും മാതൃകയാണ്. കേരളത്തിൽ ജന്മിത്വം അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിന് അടിത്തറയിട്ട കാർഷിക പരിഷ്കരണ ബില്ലിന് ആവശ്യമായ ഭേദഗതികൾ വരുത്തി സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം ആക്കിയത് ബേബി ജോൺ റവന്യൂ മന്ത്രിയായിരിക്കുകയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിലെ നടുനായകരിലൊരാൾ, സമുന്നതനായ രാഷ്ട്രീയ നേതാവ്, സമർത്ഥനായ ഭരണാധികാരി എന്നീ നിലകളിൽ അധികായനായിരുന്നു സഖാവ് ബേബി ജോൺ. എന്നാൽ സമീപകാലത്ത് RSPയുടെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ നിയമസഭയിലേക്ക് ഒരു സാമാജികനെ പോലും എത്തിക്കാൻ സാധിക്കാത്തത് വലിയ വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ മകൻ കൂടിയായിട്ടുള്ള ഷിബി ബേബി ജോൺ അമ്പെ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ മറിച്ചാണ് ചിത്രം. കഴിഞ്ഞ തവണ 2019 കൃത്യമായി പറഞ്ഞാൽ 1,38,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു RSP സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിജയിച്ച പാർലമെന്റിലേക്ക് പോയത്. ഇത്തവണയും ലോക്സഭയിൽ അതേ മത്സരം കാഴ്ചവെച്ച് അതേ ഭൂരിപക്ഷം, അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാനാകുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതേ പ്രതീക്ഷ തന്നെയാണ് RSP നേതാക്കൾക്കും ഒപ്പം തന്നെ പ്രവർത്തകർക്കുമുള്ളത്. വരും കാലങ്ങളിലും പഴയ ആർജവത്തോടെയും ഊർജ്ജസ്വലതയോടുകൂടിയും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും RSPയുടെ ഒരു ഉന്നമനം കൂടുതൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും പാർട്ടി അണികളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ പിന്നിൽ കാണുന്ന സഖാവ് ബേബി ജോണിന്റെ ഇടപെടലുകൾ, അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉറപ്പായും ഇത്തവണത്തെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരു തെരഞ്ഞെടുപ്പും കടന്നു പോകാറില്ല. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 കൊല്ലം.